നമസ്കാരം, അജ്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വ്യത്യസ്ത ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു ചൈനീസ് ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മളാരും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റമാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വലതുവശത്തെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാവും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ഡൈനാമിക് ഷ്രിംപ്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ഷ്രിമ്പാണ്. മീഡിയം സൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വലിയ ഷ്രിമ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ബോൾ എടുത്തു. ആ ബോളിലേക്ക് ഒരു നാരങ്ങയുടെ ഹാഫ് പിഴിയാണ്. നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മസാല തയ്യാറാക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതിയാകും. ഒറിഗാനം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത്തിരി സ്പൈസി ആയിട്ടാണ് ഈ ഐറ്റം ചെയ്യുന്നത്. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ടേസ്റ്റിനായിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുകയാണ് ഞാൻ. അതിനെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഷ്രിമ്പ് കുറേശ്ശായിട്ട് നമുക്ക് ആ ബോളിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഷ്രിമ്പിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടുതൽ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും വയ്ക്കണം. 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇതേണ്ടോ നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടിരിപ്പുണ്ട്. നമുക്കിതിനെ വറുത്തെടുക്കാം. ഇനി കൊഞ്ചിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, കുറച്ച് പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തതിലേക്ക് ഓരോരോ ഷ്രിംപ് എടുത്ത് നന്നായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഫ്ലോറിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഷ്രിംപിൻ്റെ എല്ലാ ഭാഗത്തും ഫ്ലോർ നന്നായിട്ട് പറ്റി പിടിക്കണം. എങ്കിലും നമ്മൾ വറക്കുമ്പോൾ നമുക്ക് ആ ക്രിപ്സിനെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലെല്ലാം ഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എണ്ണ നന്നായി തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് അതിലേക്ക് ഓരോന്നും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല കളറോടെ നന്നായിട്ടത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ക്രിപ്സി ആയിരിക്കും. നമ്മുടെ KFCയുടെയൊക്കെ പുറത്തുള്ള ആ ഒരു ക്രിപ്സിനെസ് നമുക്കിതിന് കിട്ടും. കേട്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിന് വേണ്ടിയുള്ള സോസ് നമുക്ക് തയ്യാറാക്കാം. സോസിനായിട്ട് ഒരു 5 ടീസ്പൂൺ മയോണൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് സ്വീറ്റ് ആൻഡ് സോർ സോസ് ഒരു 4 ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടാം. കാരണം കൊഞ്ച് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നതിനകത്ത് ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസാണ്. അതും ഒരു 3 ടീസ്പൂൺ ഏകദേശം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ 300 ഗ്രാമിന് വേണ്ടിയിട്ട്. നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലായതിനു ശേഷം വറുത്ത് കോരി വെച്ചിരിക്കുന്ന കൊഞ്ചിനെ നമുക്ക് ഈ സോസിലേക്ക് മിക്സ് ചെയ്യാം. ഇതൊരു വ്യത്യസ്തമായ രുചിയാണ്. നമുക്ക് കഴിക്കുന്നത് നിർത്താൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ ഡിഷ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫേസ്ബുക്ക് പേജായ അജ്നൂസ് കിച്ചണിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതുവരെ ബൈ ബൈ.